കൂട്ടുകാരെ, ഓഗസ്റ്റ് മാസം ഒരുപാട് പ്രത്യേകതയോടെ കടന്നുപോയി. രോഗിയിൽ നിന്ന് നമ്മുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും പോരായ്മകൾ തിരുത്തുവാനും ഇവിടുത്തെ എല്ലാ പ്രൊമോട്ടേഴ്സിനും 1000 നന്ദി. സിസ്റ്റർ പറഞ്ഞു തന്ന കാര്യം ആരും മറക്കരുത്. എപ്പോഴും പ്രാർത്ഥിക്കാനും ഈശോയോടൊപ്പം കൂടെ ഇരിക്കാനുമുള്ള ടിപ്സ്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കളിക്കുമ്പോഴും പഠിക്കുമ്പോഴെല്ലാം ഈശോയെ കുറിച്ചുകൊടുക്കും. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായി ഈശോയെ തെരഞ്ഞെടുക്കും. ഈശോയെ നീ എന്റെ കൂടെ ഇരിക്കണം, എപ്പോഴും നീ എന്റെ കൂടെ ഇരിക്കണം, എന്നാലും ഞാൻ നിന്റെ ചാർത്തു നിന്നിടാം, നന്മകളൊക്കെയും ചൊല്ലിത്തന്നിടണം, എന്നാലും ഞാൻ നിന്റെ ചാർത്തു നിന്നിടാം, നന്മകളൊക്കെയും ചൊല്ലിത്തന്നിടാം. ഈശോയേ ഈശോയേ. ആണ്ടോട്ടത്തിലെ 22-ാം ഞായർ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം പാരമ്പര്യം മുറുകെ പിടിക്കാതെ ദൈവകൽപ്പന അനുസരിക്കുന്ന കുറച്ച് ഓർമ്മപ്പെടുത്തുന്നു. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? കോട്ടപ്പുറം രൂപതയുടെ മുസിരീസിന്റെ പ്രാന്തപ്രദേശമായ പുത്തൻവേലിക്കര പഞ്ചായത്തിലെ തിരുത്തൂർ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് തോമസിന്റെ നാമധേയത്തിലുള്ള സീനായ് മൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവാലയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു യഹൂദ സിനഗോഗ് ഉണ്ടായിരുന്നു. ക്രിസ്തു സന്ദേശം ഉൾക്കൊണ്ട് യേശുവിന്റെ ആഹ്വാനം സ്വീകരിച്ച് ഇന്ത്യയിലെത്തിയ തോമാശ്ലീഹ വാലിക്കരയിലും കൊടുങ്ങല്ലൂരും കോട്ടേക്കാവ്, പാലയൂർ, കൊല്ലം, ചിന്നമലൈ തുടങ്ങിയ പ്രദേശങ്ങളിൽ വസിച്ചിരുന്ന യഹൂദന്മാർക്കിടയിൽ സുവിശേഷമായിരിക്കും സഭാസ്ഥാപനത്തിന് പോകുന്നതിനിടയിൽ തിരുത്തൂർ സന്ദർശിക്കുകയും അവിടെയുണ്ടായിരുന്ന യഹൂദന്മാരെ മാമോദീസ മുക്കുകയും ചെയ്തു. മാർത്തോമ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ദാഹം അകറ്റാൻ വേണ്ടി പ്രാർത്ഥനയിലൂടെ ഒരു അത്ഭുത ഉറവ് സൃഷ്ടിച്ചുവെന്നും തോമ ഈ ഉറവയിൽ നിന്നാണ് പാനം ചെയ്തിരുന്നതെന്നും ഇവിടെയുണ്ടായിരുന്ന യഹൂദന്മാർ മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവരെ മാമോദീസ മുക്കിയത് ഈ ഉറവയിലെ ജലം കൊണ്ടാണെന്നും പറയപ്പെടുന്നു. വൻ പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് മുസ്ലിം തുറമുഖത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും വാണിജ്യ കേന്ദ്രങ്ങൾ ഇല്ലാതാവുകയും ചെയ്തു. മുസ്ലിങ്ങളുടെ അധിനിവേശത്തിൽ കൊടുങ്ങല്ലൂരുണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസികൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. ക്രമേണ ഇവിടെയുണ്ടായിരുന്ന സിനഗോഗ് നാമാവശേഷമാവുകയും ചെയ്തു. സിനഗോഗ് ഉണ്ടായിരുന്ന സ്ഥലത്ത് പനയോല കൊണ്ട് മേഞ്ഞ ദേവാലയം നിർമ്മിക്കുകയും വിശുദ്ധ തോമാശ്ലീഹായുടെ രൂപം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇവിടെ പ്രതിഷ്ഠിച്ച മാർത്തോമായുടെ രൂപത്തിൽ നിന്ന് അത്ഭുത ചൈതന്യം ഒഴുകുകയും അതിന്റെ ഫലമായി വിശ്വാസികൾ ഈ ദൈവകൃപ അനുഭവിക്കാൻ ഇവിടെ തീർത്ഥാടനം നടത്തുകയും ഉണ്ടായി. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അത്ഭുത തിരുസ്വരൂപം ദേവാലയത്തിലെ പ്രധാന അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്നു. 1911 പനയോലമേഞ്ഞ ദേവാലയത്തിന്റെ സ്ഥാനത്ത് പുതിയ ദേവാലയ നിർമ്മാണത്തിന് ശിലയിട്ടു. 1914 ദേവാലയ നിർമ്മാണം പൂർത്തിയാകുകയും സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിച്ച് തീർത്ഥാടന കേന്ദ്രത്തിന്റെ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. കീഴുപ്പാടം, മണലിക്കാട്, പൊയ്യ, മാനാഞ്ചേരിക്കുന്ന് തുടങ്ങിയ ഇടവകകൾ ഈ ദേവാലയത്തിൽ നിന്നും സ്വതന്ത്ര ഇടവകയായി പിരിഞ്ഞുപോയപ്പോഴും വിശ്വാസ പാരമ്പര്യത്തിന്റെ ഒരു ലൈറ്റ് ഹൗസായി ഈ സീനായ് മൗണ്ട് ഇന്നും നിലകൊള്ളുന്നു. കൂട്ടുകാരെ, അടുത്ത ആഴ്ച മേളയുടെ ജനന പെരുന്നാളിനെ ഒരുങ്ങാൻ പ്രാർത്ഥിക്കാം. മരിയ ബമ്പന അടിപൊളിയാക്കാം.